ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു 4 മണി പലഹാരമാണ്, ഒരു സ്നാക്കാണ്. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു മീഡിയം സൈസിലുള്ളൊരു 3 ഒനിയൻ ചെറുതായി കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. ഒന്നിനെയൊക്കെ ഒന്ന് വേഗത്തിൽ വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്കൊരു റെഡ് കളർ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടികളായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താണ് ചേർക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 2 പൊട്ടാറ്റോ നന്നായിട്ട് പുഴുങ്ങി ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നന്നായി പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സ് കൂടെ ഇതിലേക്ക് വെച്ചിട്ട് ഉന്നക്കായൊക്കെ തയ്യാറാക്കുന്ന പോലെ അതേ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഇത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മുട്ടയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബ്രെഡ് ക്രംസിൽ കൂടെ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഉന്നക്ക ഷേപ്പിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. എല്ലാ വശവും നന്നായി തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉന്നക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.